ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 5ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റ് പഠിക്കാം കേട്ടോ. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ടെൻഡർ ഷൂട്ട്സ് എന്നാണ്. അതിൽ ദ മൂൺ എന്നുള്ള ഒരു ചെറിയൊരു പോയമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, എന്താ ടെൻഡർ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ടിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ആദ്യത്തെ ഇലകളൊക്കെ ഇല്ലേ, അതിനാണ് ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുക കേട്ടോ. മുകുളങ്ങൾ എന്നൊക്കെ പറയില്ലേ, വിരിഞ്ഞ് വരുന്നത്, അതാണ് ടെൻഡർ ഷൂട്ട്സ്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേച്ചറിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്, യൂണിറ്റാണിത്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നോക്കാമല്ലോ, അപ്പം കവിത നോക്കാമല്ലോ. ഓക്കെ നോക്കൂ. ഹിയർ ഈസ് എ പോയം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ. എന്താ പറയുന്നത്, ഇവിടെ ഒരു പോയം ഉണ്ട്. അതിൽ നമ്മൾ എന്താണ് കാണുന്നത്, എങ്ങനെയാണ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ. നേച്ചർ അതായത് പ്രകൃതി എങ്ങനെയാണ് നല്ലൊരു കമ്പാനിയൻ ആകുന്നത്. എന്താ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചങ്ങാതി അല്ലേ, ഒരു ഉറ്റ സുഹൃത്ത്, എന്താണ് കൂടെ നടക്കുന്ന ആൾക്കാണ് കമ്പാനിയൻ എന്ന് പറയുക അല്ലേ. അതുപോലെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്ന ആൾ. ഓക്കെ, നേച്ചർ നമ്മുടെ ഒരു നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു ഗാർഡിയനും ആകുന്നത്, അല്ലെങ്കിൽ നല്ല സംരക്ഷിക്കുന്ന ആളുമായി മാറുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ, ഈ കവിതയിൽ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ നോക്കൂ. ദ മൂൺ എന്താ, അമ്പിളിമാമൻ അല്ലേ. യെസ്. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. എന്താ പറയുന്നത്, മൂണിൻ്റെ മുഖം ചുമരിലെ ഹാളിലെ ക്ലോക്ക് പോലെയാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അല്ലേ. ക്ലോക്ക് റൗണ്ടാണ്, മൂണും റൗണ്ടാണ്. ഓക്കെ, സോ ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഓക്കെ, ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. എന്താ പറയുന്നത്, ഷീ ഷൈൻസ് ഓൺ തീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കള്ളന്മാർ അല്ലേ. ഓക്കെ, ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. ഓക്കെ, അതായത് കള്ളന്മാർ എപ്പോഴാണ് രാത്രിയിൽ നമ്മളെ കക്കാൻ വേണ്ടി വരുന്ന കള്ളന്മാർ വരുമ്പോൾ അവരുടെ മേലെയും ഈ മൂൺ എന്ത് ചെയ്യുന്നു, അവൾ ലൈറ്റ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ നിലാവ് വെളിച്ചം എല്ലാവർക്കും കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെയോ, ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ്. എവിടെയൊക്കെയാണ്? സ്ട്രീറ്റ്സിൽ, തെരുവുകളിലുണ്ട്, ഫീൽഡ്സിൽ അല്ലേ, ഫീൽഡുകളിൽ നമ്മളെ പാടങ്ങളും അവിടെയൊക്കെ ഉണ്ട്. പിന്നെന്താ, ഗ്രൗണ്ടുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഹാർബർ ക്വേസ്. എന്താ ഹാർബർ എന്ന് പറഞ്ഞാൽ മക്കളെ, ഷിപ്പൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ. നമ്മൾ കപ്പലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഹാർബർ, തുറമുഖമാണ് ഹാർബർ. ക്വേസ് എന്ന് പറഞ്ഞാൽ കടവുകൾ, അതായത് തുറമുഖങ്ങൾ, അതായത് കപ്പലുകളൊക്കെ കൊണ്ട് നിർത്തിയിടുന്ന സ്ഥലമാണ് ഹാർബർ ക്വേസ്. അവിടെയും എന്തുണ്ട്, നിലാവിളിച്ച് കിട്ടുന്നുണ്ട്. ആൻഡ് ബേർഡീസ്, BIRDIES, ബേർഡീസ് എന്ന് വായിക്കണേ. ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. എവിടെയാണ്? മരത്തിൻ്റെ, അതായത് മരത്തിൻ്റെ ശിഖരങ്ങളിലൊക്കെ ഉറങ്ങുന്ന പക്ഷികളില്ലേ, അവരുടെ മേലെയും മൂണിൻ്റെ നിലാവിളിച്ചം എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് ഷൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. മൂൺ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ, ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ്, ഓൾസോ ഓൺ ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. മനസ്സിലായില്ലേ? പിന്നെന്താ, ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ച് പറയുന്നത് മനസ്സിലായോ? ദ പോയം ഈസ് ഓൾ അബൌട്ട് മൂൺ അറ്റ് നൈറ്റ്. ഓക്കെ, രാത്രിയിൽ വരുന്ന മൂണിനെ കുറിച്ചാണ് പോയം. ഓക്കെ, എന്നിട്ടോ അതിൻ്റെ താഴെ ഈ അണ്ടർ ദ മൂണിൻ്റെ ലൈറ്റിൽ, വെളിച്ചത്തിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ സംഭവിക്കുക അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു പോയമാണിത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ മക്കളെ? ഓക്കെ, പിന്നെയോ മൂണിൻ്റെ ഫേസ് റൗണ്ടായിട്ട് റൗണ്ടും നല്ല തിളങ്ങുന്നതായിട്ട് നമ്മുടെ ക്ലോക്ക് പോലെയാണ്, ഹാളിൽ തൂക്കിയിട്ട ക്ലോക്ക് പോലെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ മനസ്സിലായി. പിന്നെ അതുപോലെ അതിൻ്റെ വെളിച്ചം ഇവിടെ ഈ ഇടങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത് നോക്കിയേ. ദ സ്ക്വാലിംഗ് ക്യാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്. എന്താ പറയുന്നത്? സ്ക്വാലിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ മുരളുക എന്ന് പറയില്ലേ, പൂച്ച അല്ലെങ്കിൽ മുരളൂല്ലേ രാത്രിയിൽ, അതാ പറയുന്നത്. ഓക്കെ, ദ സ്ക്വാലിംഗ് ക്യാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്. എന്താ സ്ക്വീക്കിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളെ മൗസ് എന്ന് പറഞ്ഞാൽ എലി, ചുണ്ടലി അല്ലേ. എലി എങ്ങനെ കരയാ, സ്ക്വീക്ക് സ്ക്വീക്ക് അറിയില്ലേ, ആ സൗണ്ടാണ് സ്ക്വീക്കിംഗ്. ഓക്കെ, പിന്നെയോ ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരിയിടുക കേട്ടോ. പട്ടികൾ ഓരിയിടുന്ന കേട്ടില്ലേ, പട്ടികൾ, അതായത് വീടിന് മുമ്പിൽ നിന്നിട്ട് ഓരിയിടുന്ന പട്ടികൾ. പിന്നെയോ ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. എന്താ പറയുന്നത്,
എന്താ പറയുന്നത്? ബാറ്റ് നമ്മുടെ പറയുന്നത് വവ്വാലാണ് കേട്ടോ. ബാറ്റ്, BAT, ബാറ്റ്, വവ്വാൽ. ഓക്കെ, വവ്വാലുകൾ എങ്ങനെയാ? ഡ്യൂറിങ് ഡേ ടൈം മൊത്തം അവർ കിടന്നുറങ്ങും അല്ലേ, രാത്രിയാകുമ്പോൾ അവർ പുറത്ത് വരും. അതുപോലെ എന്താ പറയുക? ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. രാവിലെ ഉച്ചയ്ക്ക് പകലൊക്കെ ദിവസം മുഴുവൻ, അതായത് ഡേ ടൈം മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രിയിൽ പുറത്ത് വരുന്ന വവ്വാലുകൾ. അവർ ഒക്കെ എന്താണ്? ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ഈ പറയുന്ന ജീവികളെല്ലാം രാത്രിയിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടി വളരെ ഇഷ്ടമാണ്. ഇവർക്കൊക്കെ എന്താണ്? അവർക്കൊക്കെ നിലാവെളിച്ചം വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ഓൾ ലവ് ടു ബി അവേക്ക്. അവർക്കൊക്കെ രാത്രി ഉറങ്ങാണ്ടിരിക്കാനും കളിക്കാനും ഇങ്ങനെ ഒച്ചയാക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, നിലാവെളിച്ചം വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ദ സ്ക്വാലിംഗ് കാറ്റ്, ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ്, പിന്നെ ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ഓക്കെ, ബട്ട് all of the things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. ഇവിടെ എന്താ പറയുന്നത് നോക്കൂ? ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ, അതായത് ദിവസം മുഴുവൻ, അതായത് ഡേ ടൈമുള്ള ജീവികളില്ലേ, ഡേ ടൈം ആക്റ്റീവായിട്ടുള്ള ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ, ജീവികളുണ്ട്. ആരൊക്കെയാണ്? അവരൊക്കെ, അതായത് അങ്ങനെയുള്ള ജീവികളൊക്കെ എന്താണ്? കഡിൽ ടു സ്ലീപ്പ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. അവരൊക്കെ ഉറങ്ങാൻ പോകുന്ന സമയമാണ്, രാത്രിയാകുമ്പോൾ അവരൊക്കെ പോയിട്ട് കിടന്ന് ഉറങ്ങും. ഓക്കെ, കഡിൽ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. ഓക്കെ, അവർ ഒക്കെ ഉറങ്ങേണ്ട ഒരു സമയമാണ് രാത്രിയിൽ. പകലൊക്കെ ആക്റ്റീവായിട്ടുള്ള ജീവികളൊക്കെ രാത്രി ഉറങ്ങാൻ പോകും. പിന്നെയോ, ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. പൂക്കളും കുട്ടികളും ഒക്കെ ഉറങ്ങും, കണ്ണടയ്ക്കുന്ന ഉറങ്ങും. എപ്പോഴും വരെ? ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൽ അറൈസ്. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ എല്ലാവരും ഉറങ്ങും. അപ്പോൾ എന്താ പറയുന്നത്? പകൽ ആക്റ്റീവായിട്ടുള്ള ജീവികൾ രാത്രി ഉറങ്ങുന്നു, അതായത് മൂണിൻ്റെ വെളിച്ചത്തിൽ ഉറങ്ങുന്നു. പക്ഷെ പകൽ ഉറങ്ങുന്ന ജീവികളൊക്കെ രാത്രിയിൽ ആക്റ്റീവ് ആകുന്നു. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു കവിതയാണ്, നേച്ചറിനെ കുറിച്ച് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, നോക്കൂ, അത്രയേ ഉള്ളൂ കവിത. ഇനി ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഓക്കെ, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ എപ്പോഴെങ്കിലും മൂൺ ലൈറ്റിൽ വാക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും എങ്ങനെ, അതായത് മൂണിൻ്റെ ലൈറ്റ്, നിലാവെളിച്ചം, ആകാശത്തിൽ ചന്ദ്രനെ കാണുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ടീച്ചർ വെറുതെ ഇവിടെ യെസ് ഐ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക. ഓക്കെ, പിന്നെയോ എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ മൂണിനെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? വെൻ ഐ സീ ദ മൂൺ ഐ ഫീൽ ഹാപ്പി അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്പിളിമാമനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ? പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ അല്ലേ, അമ്പിളിമാമനെ പിടിച്ചതാകുന്ന കരയുന്ന മക്കളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ എപ്പോഴും എന്താണ്? മൂൺ ലൈറ്റും നിലാവ് അല്ലേ, അതായത് അമ്പിളിമാമനും നിലാവെളിച്ചും ഒക്കെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഐ ഫീൽ ഹാപ്പി. ഇറ്റ്സ് ലൈറ്റ് മേക്സ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ. നിലാവെളിച്ചം എല്ലാ സംഭവങ്ങളും നല്ല ബ്യൂട്ടിഫുൾ, മനോഹരമാക്കും. ഓക്കെ, ഇറ്റ് ഓൾസോ മേക്സ് മീ തിങ്ക് അബൌട്ട് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ. ഓക്കെ, ഈ നിലാവെളിച്ചം കാണുമ്പോൾ, അല്ലെങ്കിൽ അമ്പിളിമാമനെ കാണുമ്പോൾ എപ്പോഴും ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഓർമ്മിക്കും അല്ലേ? അത്രയാണ് ടീച്ചർ അതിന് എഴുതിയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? ദ മൂൺസ് ഫേസ് ഈസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാളിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിനോടാണ് മൂണിൻ്റെ ഫേസ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചന്ദ്രൻ്റെ മുഖം ഉപമിച്ചിരിക്കുന്നത് ഏതിനോടാണ്? ഹാളിലുള്ള ക്ലോക്കിനോട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? ആ പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ അല്ലേ, അക്കോർഡിംഗ് ടു ദ പോയറ്റ് എവിടെയാണ് ബേർഡ്സ് രാത്രിയിൽ ഉറങ്ങുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പോയറ്റ് ദ ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ് അറ്റ് നൈറ്റ്. എവിടെയാണ്? മരത്തിൻ്റെ ശിഖരങ്ങളിലാണ് പക്ഷികൾ ഉറങ്ങുക കേട്ടോ. അടുത്തത്, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? മൂണിൻ്റെ, ചന്ദ്രൻ്റെ കിരണങ്ങൾ, ബീംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേസ് അല്ലേ, കിരണങ്ങൾ, അതിൻ്റെ വെളിച്ചം, അത് എവിടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് അതിൻ്റെ വെളിച്ചം കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയൊക്കെയാണ് നോക്കൂ. ദ മൂൺ ഷൈൻസ് ആൻഡ് സ്പ്രെഡ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ ദ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ, streets, fields, harbor quays and on birds asleep in the trees. എവിടെയൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ.
തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. കള്ളന്മാർ അല്ലേ, ഗാർഡൻ വാളിലുള്ള കള്ളന്മാർ. ചുമരിൻ്റെ മേലെ അല്ലേ, ഗാർഡനിൽ കക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കള്ളന്മാരുടെ മേലെയുണ്ട്. സ്ട്രീറ്റ്സിലുണ്ട്, പിന്നെന്താ ഫീൽഡുകളിലുണ്ട്, ഹാർബർ ക്വേസിലുണ്ട്, ആൻഡ് ഓൺ ബേർഡ്സ് അസ്ലീപ് ഇൻ ദ ട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? എന്തുകൊണ്ടായിരിക്കും എന്താണ് ഈ പട്ടികൾ വാതിലിന് മുമ്പെന്ന് ഹൗൾ ചെയ്യുന്നുണ്ടാവുക, ഓരിയിടുന്നുണ്ടാവുക? ബിക്കോസ് ഇറ്റ് ഈസ് ഹൗളിംഗ് ബിക്കോസ് ഇറ്റ് എൻജോയ്സ് ബീയിങ് ഔട്ട് ഇൻ ദ മൂൺ ലൈറ്റ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് മൂൺ ലൈറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഒച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്? ഏതൊക്കെയാണ് എന്താണ് മൂൺ ലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ജീവികൾ എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ദ സ്ക്വാലിംഗ് കാറ്റ്, ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ് ആൻഡ് ദ ബാറ്റ്. ഓക്കെ, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര നേരം വരെയാണ് അവർ ഉറങ്ങുക? ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് അണ്ടിൽ ദ സൺ റൈസസ് ഇൻ ദ മോർണിംഗ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് കുട്ടികളും പൂക്കളും ഒക്കെ ഉറങ്ങുക. ഓക്കെ ഓക്കെ, നോക്കൂ, ആക്ടിവിറ്റി 1 നോക്കൂ. ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ദ ആനിമൽസ്. ദ chirping birds, the trumpeting elephants. There are similar words in the poem that describe the sounds made by the animals. Pick out those words and write them down. Okay, എന്താ പറയുന്നത് ചോദിച്ചാൽ താഴെ 2 വേർഡ്സ് വരുന്നുണ്ട്. എന്താണ്? ചെർപ്പിംഗ് ബേർഡ്സും ട്രംപറ്റിംഗ് എലിഫൻസും. അത് രണ്ടും, ചെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ ഉണ്ടാക്കുന്ന എന്താണ്, അതായത് ഇങ്ങനെ ചിലയ്ക്കുക എന്ന് പറയില്ല, പക്ഷികൾ ചിലയ്ക്കുക അല്ലേ, കലവില സൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് ചെർപ്പിംഗ് എന്ന് പറയുക. പിന്നെ ട്രംപറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിഹ്നം വിളിക്കുക, ആനകൾ ചിഹ്നം വിളിക്കുന്നതിനാണ് ട്രംപറ്റിംഗ് എന്ന് പറയുക കേട്ടോ. സോ അത് രണ്ടും മൃഗങ്ങൾ, പക്ഷികളും ആ എലിഫൻറ്റും ഉണ്ടാക്കുന്ന സൗണ്ടുകളാണ്. അതുപോലെ പൊയത്തിലുണ്ട് 2-3 വേർഡ്സ് തന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു ഏതാണ്? ദ സ്ക്വാലിംഗ് കാറ്റ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ്. ഓക്കെ, ഈ 3 വേർഡ്സാണ് നമ്മളതിൽ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കൂ. മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. എന്താ പറയുന്നത്? കോളം എയിലൊരു കുറച്ച് പോർഷൻ തന്നിട്ടുണ്ട്, കോളം ബിയിൽ തന്നിട്ടുണ്ട്. അത് രണ്ടിനെയും മിക്സ്, അതായത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അതിനെ മാച്ച് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോളം എയിൽ നോക്കൂ, ദ തീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാർ. കള്ളന്മാർ എന്താ ചെയ്യാം? റൈറ്റ് സൈഡിലെ ലിസ്റ്റ് നോക്കിയിട്ട് പറ. ദ തീവ്സ് ആർ ഓൺ ദ ഗാർഡൻ വാൾ അല്ലേ. ഗാർഡൻ വാളിലാണ് തീവ്സ് ഉള്ളത്, കള്ളന്മാരുള്ളത്. ഓക്കെ, അടുത്ത് നോക്കൂ. ദ ബേർഡ്സ് ആർ അസ്ലീപ് in the forks of trees. The bat lies in bed at noon. The dog is howling by the door of the house. The children sleep till the sun rises. Okay, താഴെ ടീച്ചർ ചുവന്ന കളറിൽ കൊടുത്തതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 3 നോക്കൂ. Here are some balloons. Some are red, some are green. Rhyming words are given on the green balloons. The words on the red balloons do not rhyme. And add rhyming words on the green balloons from the poem. എന്താ പറയുന്നത്? റൈമിംഗ് വേർഡ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. റൈമിംഗ് വേർഡ്സ് എല്ലാവർക്കും അറിയില്ല എന്താണെന്ന്. ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന സൗണ്ട്സിനാണ് റൈമിംഗ് വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ബലൂൺസിൻ്റെ അകത്ത് റൈമിംഗ് വേർഡും എഴുതണം. റെഡ് ബലൂണിൻ്റെ അകത്തുള്ള തെറ്റാണ്. അതിൻ്റെ അകത്ത് 2 തന്നത് 2 റൈമിംഗ് വേർഡല്ല, അത് 2 തെറ്റാണ്. പക്ഷേ ഗ്രീനിൻ്റെ അകത്ത് റൈമിംഗ് വേർഡാണ് ഉള്ളത്. ഓക്കെ, സോ ഇനി മിസ്സായിട്ടുള്ള റൈമിംഗ് വേർഡ്സ് നമ്മളോട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ആ പോയത്തിൽ നോക്കിയിട്ട് എഴുതി വെക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നോക്കൂ, അത് നോക്കൂ. ക്വേസ്, ട്രീസ്, അത് 2 റൈമിംഗ് വേർഡ്സ് ആണ്. ഓക്കെ, അടുത്തത് ഫേസും തീവ്സും തെറ്റാണ്. ഫോക്സും ഫീൽസും അത് 2 തെറ്റാണ്. റെഡ് 2 തെറ്റാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. ഹാൾ, HALL, ഹാൾ തന്നിട്ടുണ്ട്. അതിന് പറ്റിയ റൈമിംഗ് വേർഡാണ് വാൾ, WALL, വാൾ കേട്ടോ. ഡേ, DAY, ഡേ തന്നിട്ടുണ്ട്. അതിന് പറ്റിയത് WAY, വേ. ഓക്കെ, മൗസ്, ഹൗസ്. നൂൺ, മൂൺ. ഐസ്, റൈസ്. മനസ്സിലായില്ലേ? എസ്, ക്വേസ്. ഉണ്ടോ? എല്ലാം ഒരുപോലെ. മൗസ്, ഹൗസ്, നൂൺ, മൂൺ, ഊൺ. മീൻസ് ഒരുപോലെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ളതാണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? എല്ലാവരും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ഇതുപോലെ കണ്ടുപിടിക്കുക. ഒരു 10 റൈമിംഗ് വേർഡുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് വേണം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഇത് റൈമിംഗ് വേർഡാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണേ. റൈമിംഗ് വേർഡ്സ് പഠിച്ചു വെക്കണം. ഓക്കെ,
ശരി. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 4 നോക്കൂ. കളക്ട് സിമിലർ നേച്ചർ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ഒരു നേച്ചറിനെ കുറിച്ചുള്ള വേറൊരു പോയം നിങ്ങളോട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അതവിടെ കൂടാതെ ക്ലാസ്സിൽ ചൊല്ലാനും. ഓക്കെ, ഈ ടീച്ചർ ഗൂഗിളിൽ തപ്പിയിട്ട് എഴുതിയൊരു പോയമാണ് കേട്ടോ മക്കളെ. നിങ്ങൾ വേറെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എഴുതാവുന്നതാണ് ഇവിടെ. അവർ വേൾഡ്. The grass is green, the sky is blue, the moon is white, the clouds are two. The sun is yellow, the trees are brown, the leaves are red when falling down, the sun sets orange, the air is clear. What a colorful world we have right here. ഓക്കെ, നമ്മളുടെ വേൾഡ് എത്ര മനോഹരമാണെന്നാണ് പറയുന്നത്. പച്ച പുല്ലുകളുണ്ട്, നീല ആകാശമുണ്ട്, നല്ല വെള്ള നിറത്തിലുള്ള അമ്പിളിമാമ ചന്ദ്രനുണ്ട്, പിന്നെന്താ ക്ലൗഡ്സ് ഉണ്ട്, പിന്നെയോ ക്ലൗഡ്സും വെള്ള കളറിലാണ് അല്ലേ. സണ്ണുണ്ട്, യെല്ലോ കളറിലുള്ള സണ്ണുണ്ട്, പിന്നെ മരത്തിൻ്റെ തടികൾ ട്രീസ് ഉണ്ട് എന്ത് ബ്രൗൺ കളറിൽ. ദ ലീവ്സ് ആർ റെഡ് വെൻ ഫോളിങ് ഡൗൺ, താഴെ വീഴുമ്പോൾ ഇലകൾ ചുവന്നിട്ട് വീഴുന്നു. ഓക്കെ, ദ സൺസെറ്റ്സ് ഓറഞ്ച്, സൺസെറ്റിൽ എന്താണ് കളറ്? നല്ല ഓറഞ്ച് കളറായിരിക്കും സൺസെറ്റ് ചെയ്യുമ്പോൾ. ദ എയർ ഈസ് ക്ലിയർ. വാട്ട് എ കളർഫുൾ വേൾഡ് വി ഹാവ് റൈറ്റ് ഹിയർ. നമുക്കുള്ള വേൾഡ് എത്ര മനോഹരമാണ് അല്ലേ. പ്യുവറായിട്ടുള്ള എയറൊക്കെയുള്ള ഈ വേൾഡ് എത്ര കളർഫുള്ളാണ്, മനോഹരമാണ്, നിറം ഉള്ളതാണ് എന്നാണ് ഈ കവിത പറയുന്നത്. ഓക്കെ ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ. അടുത്തത് ആക്ടിവിറ്റീനെ ടീച്ചർ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് 2 പേജാക്കി എഴുതിയതാണ്. ഓക്കെ, അതിൻ്റെ അടുത്ത പേജിൽ വരുന്നുണ്ട് എന്താണെന്ന് ആ ചിത്രമൊക്കെ കൊടുത്തിട്ട്, പക്ഷേ അതിനെ ടീച്ചർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം കൊടുത്തു എന്ന് മാത്രമാണ്. ഓക്കെ, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഇഫ് യു ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോ അസ് ഇറ്റ്സ് സ്കേറി ഫേസ്. എന്താണ്, പ്രകൃതി നല്ല മനോഹരമാണ്, പക്ഷെ നമ്മളതിനെ ഹാം ചെയ്താൽ, നമ്മൾ ഒരുപാട് അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കേറി ആയിട്ടുള്ള ഫേസ് അത് നമ്മൾ കാണിക്കുന്നതാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നോക്കൂ എന്താണെന്ന് പറയുന്നത് നോക്കൂ. വേറൊരു ക്വസ്റ്റ്യൻ, അതിലൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ. എന്താണ് ചോദിക്കുന്നത്, മനുഷ്യന്മാരുടെ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് നമ്മുടെ നേച്ചറിനെ ഹാം ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നതായിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസാണ് മനുഷ്യന്മാർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? കട്ടിങ് ഡൗൺ ട്രീസ്, മരങ്ങളൊക്കെ മുറിച്ച് കളയുന്നത് ഒരു വലിയ ഹാം ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് മനുഷ്യരുടെ അല്ലേ. കൺസ്ട്രക്റ്റിംഗ് മോർ ബിൽഡിങ്സ്, ഒരുപാട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മളുടെ നേച്ചറിനെ പൂർണ്ണമായും തകർക്കുന്ന ഒരു കാര്യമാണ്. ത്രോയിങ് ഗാർബേജ് ആൻഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ റിവേഴ്സ്, സീസ് ആൻഡ് ഓൺ ലാൻഡ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന മറ്റൊരു വലിയൊരു ഇതാണ് എന്ത്, ഹാമാണ് ഇത്. ഓക്കെ, അതായത് വേസ്റ്റ് നമ്മൾ പരക്കി എറിയുന്നത്. പിന്നൊന്നെന്താ, പ്ലാസ്റ്റിക് ബാഗുകൾ റിവേഴ്സിൽ, നദികളിലും കടലും പിന്നെ പുറത്ത് നമ്മൾ എവിടെ എറിഞ്ഞാലും പ്ലാസ്റ്റിക് ബാഗ്സ് ഒന്നും ഒരു കാലത്ത് അത് മണ്ണിൽ ലയിക്കില്ല അല്ലേ, അതങ്ങനെ കിടക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയൊരു ഹാമാണ് നേച്ചറിന്. ഓക്കെ, പിന്നെന്താ, വേസ്റ്റിംഗ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, വെള്ളവും കറണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് എന്ത്, നേച്ചറിനെ ഹാം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്. നമ്മളിങ്ങനെയൊക്കെ ഹാം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ഡ്യൂ ടു സച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, എർത്ത് ക്വേക്ക് വിൽ ഒക്കർ. ഓക്കെ, ഇതൊക്കെ ഉണ്ടാകും. എന്താണ്, ഇതുപോലെയുള്ള മനുഷ്യപ്രവൃത്തികൾ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. നമ്മൾ പഠിക്കുന്നില്ലേ മണ്ണിടിച്ചിലും എന്താണ് ഉരുൾപൊട്ടലൊക്കെ കേട്ടിട്ടില്ലേ. ഓക്കെ, അതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നതാണ്, നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്നതൊക്കെ ആണല്ലേ. അതുപോലെ ഫ്ലഡ്, വെള്ളപ്പൊക്കം, എർത്ത് ക്വേക്ക്, ഭൂകമ്പം, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം മനുഷ്യൻ്റെ ആക്ടിവിറ്റീസാണ്. ഓക്കെ ഓക്കെ ഇനി നോക്കൂ. ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ടീച്ചർ ആദ്യം വന്ന 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പേജിൽ ചെയ്തില്ലേ, അത് ഇതിൻ്റെ മുമ്പിലായിട്ട് വന്ന 2 ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഓക്കെ, നോക്കാം. ഫ്ലഡ്സ് പ്ലേ ഹാവോക്ക് വിത്ത് ലൈവ്സ് ഇൻ കേരള. എന്താ പറയുന്നത്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഫ്ലഡ്സ് അല്ലേ, വെള്ളപ്പൊക്കം കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ കേരളത്തിലുണ്ടായി എന്നുള്ള ദുരന്ത വാർത്തയാണ്, ഒരു പത്രവാർത്തയാണിത് കേട്ടോ. തിരുവനന്തപുരം. റെയിൻസ്, സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് took a toll of 200 lives so far. അതാ പറയുന്നത് 200ഓളം ജീവനുകൾ പൊലിഞ്ഞു. ഏത്, മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം. പിന്നെയോ ഒഫീഷ്യൽ സ്റ്റേറ്റഡ് ഹിയർ ഓൺ മൺഡേ, ഈ തിങ്കളാഴ്ച പറഞ്ഞത് പ്രകാരം മഴയും കാറ്റും വെള്ളപ്പൊക്കമൊക്കെ കാരണം കഴിഞ്ഞ ആഴ്ച 200ഓളം ജീവനുകൾ പൊലിഞ്ഞു. ഗിവിങ് എ റൗണ്ട് അപ്പ് ഓഫ് ദ ഹാവോക്ക് അക്രോസ് ഡിസ്ട്രിക്ട്സ്, അതായത് ഇതുവരെ ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒഫീഷ്യൽസ് സെഡ്, സെവറൽ ഹൗസസ് കൊളാപ്സ്ഡ്, ഒരുപാട് വീടുകൾ നശിച്ചു.
ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ റെൻഡേഡ് ഹോംലെസ്. ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വീടില്ലാണ്ടായി. റോഡ്സ് വെർ ഫ്ലഡഡ് ഇൻ ലോ ലയിങ് ഏരിയാസ്. എന്താ പറയുന്നത്, താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ലീഡിങ് ടു ദ സസ്പെൻഷൻ ഓഫ് റോഡ് ട്രാഫിക്. അതായത് റോഡിലേക്കൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. റെയിൽ സർവീസസ് ടു റിമൈൻഡ് സസ്പെൻഡഡ് ഫോർ 2 days. 2 ദിവസമായിട്ട് തീവണ്ടികളും ഓടുന്നില്ല അല്ലേ, റെയിൽ പാതകളുടെ സർവീസുകൾ നിലച്ചിരിക്കുകയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വെർ സ്നാപ്ഡ് അറ്റ് മെനി പ്ലേസസ് ഡ്യൂ ഓൾസോ ടു ദ ഫോൾ ഓഫ് ട്രീസ്. എന്താ പറയുന്നത്, മരങ്ങൾ വീണിട്ട് ഒരുപാട് ടെലികമ്മ്യൂണിക്കേഷൻ ഫോൺ ലൈനുകളൊക്കെ കട്ടായിട്ടാണ് ഉള്ളത്. ഓക്കെ, ദ ലൈൻസ് ആർ ബീയിങ് റീസ്റ്റോർഡ്, ഒഫീഷ്യൽ സെഡ്. ഓക്കെ, എത്രയും വേഗം തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻസൊക്കെ വീണ്ടും വർക്കിംഗ് ആക്കും. ഓക്കെ എന്നാണ് ഒഫീഷ്യൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അടിയിലത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെക്കുറിച്ചുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈസ് അബൌട്ട് സിവിയർ റെയിൻസ്, സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ഇൻ കേരള ദാറ്റ് ഹാവ് കോസ്റ്റ് മേജർ ഡിസ്ട്രക്ഷൻ. എന്താ പറയുന്നത്, ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെക്കുറിച്ചുള്ളതാണ്? മഴയും കാറ്റും വെള്ളപ്പൊക്കവും കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കില്ലിങ് അറൗണ്ട് 200 പീപ്പിൾ, 200ഓളം ആൾക്കാരെ അത് കൊന്നു. ഡാമേജിങ് ഹോംസ്, വീടുകൾ നശിച്ചു. ഫ്ലഡിങ് റോഡ്സ്, റോഡ് ഗതാഗതം നഷ്ടപ്പെട്ടു. ഡിസ്ട്രപ്റ്റിംഗ് റെയിൽ സർവീസസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, എന്താണ് തീവണ്ടി ഗതാഗതവും ടെലികമ്മ്യൂണിക്കേഷനും, അതായത് എന്താണ് ഫോൺ മാർഗം അല്ലേ, അതൊക്കെ താറുമാറായ ഇതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഈ തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ചെറിയൊരു ഉള്ളൂ മക്കളെ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ അടുത്ത പോർഷനായിട്ട് കാണാം. ഓക്കെ, സീ യു മക്കളെ. അപ്പോൾ ബൈ.